36 2006 ഇന്ത്യയെ നടുക്കിയ നിദാരി കൊലപാതകങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു ക്രൈം ത്രില്ലർ. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പാവം പയ്യനിൽ നിന്ന് പ്രേം സിംഗ് എന്ന സൈക്കോപാത്തിലേക്കുള്ള വിക്രാന്ത് മാസിയുടെ മാറ്റം കൂടെ നമുക്ക് അതിൽ കാണാം. ഒരു ഭാവമാറ്റവും ഇല്ലാതെ ആ ക്യാരക്ടർ ചെയ്യുന്ന ക്രൂരതകൾ കണ്ടിരിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. സെക്ടർ 36 എന്ന പ്രദേശത്തെ ഒരു വലിയ ബംഗ്ലാവിനോട് ചേർന്നുള്ള സ്ലമ്മിൽ നിന്ന് കുട്ടികളെ കാണാതാകുന്നതാണ് സിനിമയുടെ തുടക്കം. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ആ ബംഗ്ലാവിലെ ജോലിക്കാരനായ പ്രേം സിംഗ് ആണ്. അവിടുത്തെ ലോക്കൽ പോലീസുകാരനായ രാംചരൺ പാണ്ഡെ ആദ്യം ഈ കേസുകളോട് അത്ര വലിയ സീരിയസ്നെസ് ഒന്നും കാണിക്കുന്നില്ല. പാവപ്പെട്ടവരുടെ കുട്ടികളല്ലേ എന്നൊരു ചിന്തയായിരുന്നു അയാൾക്ക്. എന്നാൽ ഒരു പോയിന്റിൽ സ്വന്തം മകൾക്ക് നേരെ ഇത്തരമൊരു ഭീഷണി വരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പാണ്ഡെ അത് സീരിയസ് ആയി കാണുന്നത്. പിന്നീട് പ്രേം സിംഗിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അയാൾ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ ബാക്കി ഭാഗം. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ദീപക് ഡോബ്രിയാലിൻ്റെതാണ്. മോശം പോലീസുകാരിൽ നിന്ന് തൻ്റെ കൺമുന്നിലെ അനീതിക്കെതിരെ പോരാടുന്ന അച്ഛനിലേക്കുള്ള മാറ്റം അദ്ദേഹം നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നതിലുപരി അധികാരവും പണവും എങ്ങനെ നീതി അടിച്ചമർത്തുന്നു എന്നീ ചിത്രം കാണിച്ചു തരുന്നു. ഒരു നല്ല ക്രൈം ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റിയ ഒന്നാണ് സെക്ടർ 36.